എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. പറഞ്ഞ പോലെ ഇതൊരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തത. നല്ല മഴയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടും എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശടപടേന്ന് ചെയ്തു തീർക്കുക. കുറച്ചു നേരം മിററിന്റെ മുമ്പിൽ കുറച്ച് പ്രഹസനം കാണിച്ച് വേഗം പോയി കുളിച്ച് റെഡി. പിന്നെ ഇതെന്റെ പുതിയ യൂണിഫോമാ. എത്ര കുളിച്ച് റെഡി ആയിട്ടും കാര്യമില്ല, അവിടെ എത്തുമ്പോഴേക്കിന് പിന്നെയും കോഴി വെള്ളത്തിൽപ്പെട്ട പോലെ. പിന്നെ പാസഞ്ചർ പ്രിൻസസ് ഡെയിലി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാ ക്ലാസ്സിലെത്തി. അവൾക്ക് കേൾക്കേണ്ടതടക്കം മിസ്സിന്റെ ഞാനും കേട്ടു. പിന്നെ ഫ്രണ്ട്സ് ആയ അങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഷെയർ ചെയ്യണം ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ ഇരിക്കുമ്പോൾ കാലിനൊരു മേക്ക് ഓവർ ആവട്ടെ പറഞ്ഞ ഒരു സ്കൂട്ടി എടുത്ത് പോയി മേക്ക് ഓവർ കൊടുത്ത പരിപാടിയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജ് മേഴ്സി ആയതുകൊണ്ട് കുറെ കരുണ ഉള്ള മനുഷ്യന്മാർ അവിടെ ഉണ്ട്. അതിലൊരാളാണ് ഇത്, ഞങ്ങളുടെ സ്വന്തം തങ്കമണി ചേച്ചി. ഇങ്ങോട്ട് വന്ന് എന്താ കാര്യം എന്ന് അന്വേഷിച്ച് മഞ്ഞളടക്കം പോയി പറിച്ച് കഴുകി വൃത്തിയാക്കി അവളുടെ കാലിൽ ഇട്ട് കൊടുക്കണതാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയും മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ടോ. അത്യാവശ്യം നല്ല പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് കാര്യമായിട്ട് നല്ല രീതിക്ക് സംസാരിച്ചിട്ടാണ് തങ്കമണി ചേച്ചി ഓരോ നീക്കം വെച്ചത്. നമുക്ക് എന്തെങ്കിലും അത്രയും ആവശ്യമുള്ള ടൈമിൽ സഹായിക്കാൻ വേണ്ടി കുറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാറില്ല എന്ന് മാത്രം. ഈ 3 കൊല്ലം അവിടെ പഠിച്ചിട്ടും തങ്കമണി ചേച്ചിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ദൈവം ശരിക്കും ഉണ്ടോ, നമുക്ക് ആവശ്യമുള്ള അപ്പൊ മനുഷ്യന്മാരുടെ രൂപത്തിൽ ഇറങ്ങി വരാറുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡേ കഴിഞ്ഞുകൊണ്ട് തന്നെ കുറെ ലെറ്റേഴ്സും വന്നിട്ടുണ്ട്. തീരെ പ്രതീക്ഷിക്കാത്തതാണെന്ന് മാത്രം. ഈ ഫ്ലവേഴ്സ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഗേൾ ഫ്രണ്ട് ഡേ ഒക്കെ അല്ലേ, ആർക്കെങ്കിലും കൊടുക്കാന്ന്. എന്താണെന്നറിയില്ല, ഇന്നത്തെ ദിവസം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഇതുപോലുള്ള മൊമെന്റ്സ് ഒന്നും ലൈഫിൽ കിട്ടുന്ന പോലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്.